പേരൂർക്കട PSNM ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ഗാന്ധി സന്ദേശ റാലിയുടെ ചില വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത് പേരൂർക്കട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രതാപൻ അവർകളാണ്. പ്രസ്തുത ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ നൌഷാദ് സാർ സ്വാഗതവും PTA പ്രസിഡന്റ് ശ്രീ മുരുകൻ അവർകൾ അധ്യക്ഷ പ്രസംഗവും നടത്തി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ലൂക്കോസ് സാർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ വേണു സാർ തുടങ്ങി ഒട്ടനവധി അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് ജീവനക്കാരും റാലിയിൽ സന്നിഹിതരായിരുന്നു. റാലിക്ക് ശേഷം NSS വോളണ്ടിയേഴ്സിനുള്ള ഓറിയന്റേഷൻ ക്ലാസുകൾ നടന്നു. ഓറിയന്റേഷൻ ക്ലാസുകൾക്ക് ശ്രീ രാജേഷ് സാർ, ശ്രീ രാജീവ് സാർ, ശ്രീമതി ശോഭ ടീച്ചർ, മിസ് ശൈലജ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി.
ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം വന്നെത്തിയ എല്ലാ PTA, MPTA അതേപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഈ വേദിയിൽ എത്തിയതിന് അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ക്ലാസ് കയറുന്നു. കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായ കുടിച്ച് അത് കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കഴിയും. പിന്നെ NSSനെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ NSSന്റെ കയ്യടി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. NSS ഇതാണ് എനിക്ക് ഇതല്ല. റെഡി? അടിച്ചേ. മനസ്സിലായല്ലേ? ഇതാണ് നമ്മുടെ കൈ. ഒന്നും അടിച്ചേ. Conservation drives, spearheading polio immunization campaigns, to organizing blood donation camps. They lend their heart and their soul to every such cause. Their spirit is unbeatable, their will unshakable. They are the volunteers of the National Service Scheme. അപ്പൊ ആ രോഗി എന്നുള്ളത് വളരെ സ്ട്രെസ് ചെയ്തിട്ട് ഇത് ഹസ്ബൻഡിൽ അടക്കം അത് പറഞ്ഞു അല്ലെ. പിന്നീട് വീണ്ടും ഒരു ഗുരു വന്നിരുന്നപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഇത് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ നേരെ പോയിട്ട് അച്ഛൻ ഡയറി കൊണ്ടെഴുതി വെച്ചൊരു ഡയറി എടുത്തുകൊണ്ടുവരുന്നു. ഡയറി സെൻസാണ് പ്രാബല്യം. തർക്കമില്ലാത്ത രാഷ്ട്രീയത്തിന് ഒരു മഹത്തായ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ആ പ്രിൻസിപ്പിളുകളുടെ മുന്നേറ്റം വേണം ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. സ്വന്തം കാര്യമായിരിക്കരുത്, സമൂഹത്തിന്റെ കാര്യമായിരിക്കണം. രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകേണ്ടത് അത് സൊസൈറ്റിയുടെ കാര്യമായിരിക്കണം. അതാണ് പറയുന്നത് പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ ഈസ് എ ബിഗ് സി. അതൊരു വലിയൊരു പാപമാണ്. നെക്സ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമുക്കെല്ലാവർക്കും ഒരു പൊതു ലക്ഷ്യമാണുള്ളത്. ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഉള്ള കൂട്ടായ്മ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. നിങ്ങൾക്കറിയാം, നമ്മുടെ രാഷ്ട്രം ജനാധിപത്യമാണ്. ഈ രാഷ്ട്രത്തിന്റെ വിജയം എന്ന് പറയപ്പെടുന്നത് മൂല്യബോധമുള്ള, പൗരബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയുടെ സൃഷ്ടിയാണ്.
അപ്പൊ അതിന് പ്രാപ്തരാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സാമൂഹിക സന്നദ്ധ സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. നിങ്ങൾക്കറിയാം, രൂപീകൃതമായത് 1969 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 100ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഔപചാരികമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അല്ലെ, നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ വളരുന്ന, നമ്മൾ ഭാഗമായിട്ടുള്ള സമൂഹം എന്താണ് തിരിച്ചറിയാനും ആ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെടാനും അത് പരിഹരിക്കാനുമുള്ള ഒരു കഴിവും ശേഷിയും നമ്മൾ ഉണ്ടാക്കി എടുക്കണം. NSS അത് ലക്ഷ്യമിടുന്നു. Thank you.
രാജീവ് സാറും NSSന്റെ ഉദ്ദേശം എന്താണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ കർത്തവ്യം എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഗാനം ഹിന്ദിയിലും അതേ അർത്ഥം വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പാടിയാൽ മാത്രമേ അതിന്റെ പ്രാധാന്യം ഉള്ളൂ. അതുകൊണ്ട് ഓരോ ലൈനും പറഞ്ഞ് ഉഠേ സമാജ് കെ ഉഠേ ഉഠേ എന്നുവെച്ചെന്താണ്, സമാജ് എന്ന് വെച്ചെന്താണ്, സമൂഹം അല്ലേ. അപ്പൊ സമൂഹത്തിന് വേണ്ടി ഉണരുക ആണ്. അപ്പൊ അവിടെ നമ്മുടെ സമൂഹത്തെ കൂടി ഉണർത്തണം. സമൂഹമായി NSSന് ഒരു ബന്ധം വേണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജഗേ സ്വരാഷ്ട്രീയയിലെ ജഗേ ജഗേ. നമ്മുടെ സമൂഹത്തെ മാത്രമല്ല ഉണർത്തേണ്ടത്, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാഷ്ട്രത്തെ കൂടി ഉണർത്തണം. സ്വയം സജേ വസുന്ധര സമ്പാദേ. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഭൂമി, വസുന്ധര എന്ന് വെച്ചാൽ എന്താണ്, ഭൂമി, ആ ഭൂമിയെ കൂടി ഉണർത്തുക. അതാണ് ട്രെയിൻ ലൈൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് NSSനെ പറ്റിയിട്ടൊരു എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ നമുക്ക് NSSനെ പറ്റി കിട്ടി. ആ ബേസിക് ഐഡിയകൾ വെച്ചുകൊണ്ടാണ് എന്താണ് NSS, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മാറ്റ സമയം. നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇതൊരു ക്ലബ്ബ് മാത്രമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 7 ദിവസത്തെ ക്യാമ്പ് നടത്തുകയും എന്തെങ്കിലും കുറച്ച് പരിപാടികൾ ഇവിടെ ചെയ്യുകയും ചെയ്യരുതെന്നുള്ളതാണ്. അതിലുപരി സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് NSS പറയുന്നത്. നമ്മുടെ ഒരു സമൂഹ ജീവിയാണ്, സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. അതിലൂടെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. സോഷ്യൽ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ നല്ല വ്യക്തിയായി മാറും. നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജി മറ്റ് ജനങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ, തുണി വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് സ്വന്തം വസ്ത്രം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗാന്ധിജിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഗാന്ധി അത്രത്തോളം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. മറ്റുള്ളവർക്ക് തുണിയില്ലാത്തത് കൊണ്ട്, എന്റെ രാഷ്ട്രത്തിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് തുണിയില്ലാത്തത് കൊണ്ട് ഞാനിനി പാതി വസ്ത്രമായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം വസ്ത്രം ധരിക്കുന്നില്ല. ആ ഒരു വ്യക്തിയുടെ ആ ഒരു മനസ്സ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാമോ, ആലോചിക്കാവുന്നതാണ്. അപ്പൊ അതിലേക്ക് അഥവാ മറ്റ് പ്രിയപ്പെട്ട എന്റെ സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, നാം ഇന്ന് വളരെയധികം നല്ലൊരു ശുഭമുഹൂർത്തത്തിന്റെ പര്യവസാനത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാമഹനായിരിക്കുന്ന ശ്രീ മഹാത്മാഗാന്ധിയുടെ 101ാമത് ബർത്ത്ഡേ ആണ് നാം ഇന്ന് ആഘോഷിച്ചു കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ കണ്ട എല്ലാ പ്രോഗ്രാമും രാജേഷ് സാറ് വളരെയധികം ഇതിന്റെ എല്ലാ പ്രോഗ്രാമിന്റെയും ചുക്കാൻ പിടിക്കുന്ന സാറാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു.
സാറ്റർഡേ സൺഡേ വരുമ്പോൾ 2 ദിവസം ഗ്യാപ്പ് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത്തരം അവസരങ്ങൾ നമുക്ക് ഈ മിൽമ കലർന്നതിന്റെ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് 2-3 ഡ്രോപ്സ് ഇട്ട് ചെടിയുടെ മുകളിൽ വെച്ചിട്ട് ആ വെള്ളം തുള്ളിയായി വീണ് ഈർപ്പത്തിനകത്ത് നമുക്കതിനെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. നമുക്ക് അതിന് ക്ലാസ്സിൽ നിങ്ങളുടെ മീറ്റിംഗിൽ വിളിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ പറഞ്ഞുതരാം. വളമിടണം, അതൊക്കെ ചെയ്യണം. അപ്പൊ അടിയന്തരമായി നാളെ മുതൽ വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നത്ര സഹായം നിങ്ങൾക്ക് ഞാൻ ചെയ്യാം. ഇത്രയും ഭാഗ്യമില്ല. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രോഗ്രാം ഓഫീസർ ശ്രീ രാജേഷ് സാർ, നമ്മുടെ അധ്യാപകനായ ശ്രീ രാജീവ് സാർ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ഇന്ന് നടന്ന എല്ലാ ഫംഗ്ഷനും ഈ ഫംഗ്ഷനിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനാണ്. ആദ്യമായി ഇങ്ങനെയൊരു ഈ വർഷത്തെ NSS പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെയൊരു ഈ ഒരു പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് നന്ദി പറയുന്നു. മനുഷ്യൻ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടറിന് ഞാൻ നമ്മുടെ NSSന്റെ പേരിൽ നന്ദി പറയുന്നു. അതിനുശേഷം നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ മുരുകൻ സാർ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ വേണുഗോപാൽ സാർ, നമ്മുടെ പ്രിൻസിപ്പൽ നൌഷാദ് സാർ എന്നിവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമ്മുടെ NSSന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അതിനുശേഷം നമുക്ക് ഇന്ന് ഇവിടെ ഇത്രയും മനോഹരമായിട്ടൊരു ക്ലാസ് എടുത്ത നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ശ്രീ രാജേഷ് സാറിനും എന്റെ പേരിലും നമ്മുടെ NSSന്റെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മുടെ രാജീവ് സാർ നമുക്ക് ഒരുപാട് NSSനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് നമ്മുടെ എന്റെ പേരിലും NSS കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വമായ നന്ദി സാറിനും. അതിന് അടുത്തതായി നന്ദി പറയുന്നത് രാവിലെ മുതൽ നമ്മുടെ കൂടെ ഉണ്ടായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത നമ്മുടെ സ്നേഹം നിറഞ്ഞ അധ്യാപകരാണ്. ഇംഗ്ലീഷ് അധ്യാപികയായ ശ്രീ ശൈലജ ടീച്ചറും ഹയർ സെക്കൻഡറി ഹിന്ദി ടീച്ചറായ ശ്രീമതി ശോഭ ടീച്ചറിനും എല്ലാവരെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ മദർ PTA അംഗമായ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇവരെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ പ്രേമകുമാരി അമ്മയ്ക്കും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ NSSന്റെ കുടുംബത്തിൽ അംഗങ്ങളായി കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നന്ദി പറയുന്നത്. നമ്മളിപ്പോൾ 100 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ക്യാമ്പും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബമായി മാറും. നമ്മൾ ഒരു കുടുംബമായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഇതിനായിട്ട് എല്ലാവർക്കും നല്ല ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാ കുട്ടികൾക്കും എല്ലാ NSS കുടുംബാംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.